നമസ്കാരം. ഇന്ത്യൻ സാഹചര്യത്തിൽ സെഡാൻ കാറുകളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ അതിനോട് ആളുകൾക്കുള്ളൊരു താല്പര്യം കുറഞ്ഞു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അപാകതയും അതുമാത്രമല്ല അതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് കുറച്ച് കുറവാണ്. സീറ്റിംഗ് കംഫർട്ട് കുറവാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു പരിധിയിൽ താഴ്ന്നാണ് ഇരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഒരു എസ് യു വിയിലിരിക്കുന്ന ഒരു കംഫർട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സെഡാന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഹാച്ച് ബാക്ക് വാഹനങ്ങളുടെ സ്ഥിതിയും. നിലവിലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നോക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു ഹാച്ച് ബാക്ക് വാഹനത്തിലേക്ക് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ്. 1 മുതൽ 10 വരെയാണ് നമ്മൾ റാങ്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് അടക്കാം. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഹാച്ച് ബാക്ക് വാഹനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൻട്രി ലെവൽ കാറുകളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം മാരുതി സുസുക്കിയുടെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ആദ്യമേ എടുക്കുന്നൊരു വാഹനം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഹാച്ച് ബാക്ക് വാഹനം തന്നെയായിരിക്കും. 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ CNG ആണ്. 34 കിലോമീറ്ററാണ് 1 കിലോഗ്രാമിൽ അവർ ക്ലെയിം ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ വാഹനത്തിനും അല്ലെങ്കിൽ പെട്രോൾ വേർഷനും നല്ല രീതിക്കുള്ള മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ ഓടിക്കുമ്പോൾ അത്രയൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട എടുത്തു വേണ്ടൊരു കാര്യം തന്നെയാണ്. 24, 25 പറയുന്നുണ്ടെങ്കിൽ പോലും 19, 20 അടുത്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് റിയൽ ലൈഫിൽ കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും മാരുതി സുസുക്കി ആദ്യമായിട്ട് AMT എന്ന് പറയുന്നൊരു ടെക്നോളജി കൊണ്ടുവന്ന വാഹനവും സെലേറിയോ തന്നെയാണ്. 2025 ജൂൺ മാസം 2038 യൂണിറ്റുകളാണ് അവർക്ക് ആകെ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,37,000 മുതൽ 7,04,000 വരെയാണ്. മികച്ച വാഹനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ വലിയ കുഴപ്പമില്ല. ഒരു മികച്ച സ്റ്റൈലിംഗ് ഉള്ളൊരു വാഹനം തന്നെയാണ്. എന്നാൽ 9ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ തന്നെ ഒരു വാഹനമാണ്. അത് റീബാഡ്ജ് ചെയ്ത് ടൊയോട്ട വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലാൻസയാണ്. 2025 ജൂൺ മാസം 2,938 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2 വാഹനവും ഒന്നാണ്. ബലേനോയും ഗ്ലാൻസയും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ടൊയോട്ടയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ടൊയോട്ടയുടെ സർവീസ് പരിരക്ഷ അത് മോഹിച്ച് മാത്രമാണ് എല്ലാവരും പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം പലരും ചിന്തിക്കുന്നത് ഡിഫറൻറ്റ് വാഹനങ്ങളാണ്. ഗ്ലാൻസ് വേറെയാണ്, അതിനകത്തിരിക്കുന്ന എഞ്ചിൻ വേറെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ടും ഒന്നാണ്. ഗ്ലാൻസയും ബലീനോയും ഒന്നാണ്. എംബ്ലം മാത്രമാണ് വ്യത്യാസം. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ 2,938 യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6,86,000 മുതൽ 10 ലക്ഷം വരെയാണ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് i20 ആണ്. ഹ്യുണ്ടയുടെ വാഹനമാണ്. മികച്ച വാഹനമാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ നമ്മൾ സ്വിഫ്റ്റിനെ പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് അതിൽ നിന്ന് മാറി i20 ഇപ്പോഴും ആ ഒരു പ്രതാപം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 2025 ജൂൺ മാസം 3,785 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വാഹനമാണ്. N-Line എന്ന് പറയുന്നൊരു വേർഷനൊക്കെ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അത്യാവശ്യം പെർഫോമൻസ് നൽകുന്നൊരു വാഹനം തന്നെയാണ്. 7,04,000 മുതൽ 11,25,000 വരെയാണ് i20യുടെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ സ്ഥാനത്ത് വന്നൊരു വാഹനം ആൾട്രോസ് ആണ്. മികച്ച ഒരു സ്റ്റൈലോട് കൂടിയാണ് ഈ ഒരു വാഹനം പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 മില്ലിമീറ്റർ അപ്രോക്സിമേറ്റ്ലി മാത്രമാണുള്ളത്. അത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് തീർച്ചയായിട്ടും നമുക്കിതിനെ വിളിക്കാം. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ റേസറും നിലവിലുണ്ട്. എടുത്തുകൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഡീസൽ അവൈലബിൾ ആണ്. അതായത് ഈ ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ ഡീസൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വാഹനം ആൾട്രോസ് തന്നെയാണ്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനും വരുന്നുണ്ടായിരിക്കും. 2025 ജൂൺ മാസം 3,974 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 6,65,000 മുതൽ 11.5 ലക്ഷം ഇല്ല, അപ്രോക്സിമേറ്റ്ലി 11,30,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. നല്ല സർവീസ് കൊടുത്താൽ ടാറ്റയുടെ വാഹനങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. 6ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൊരു വാഹനം മറ്റൊരു ഹ്യുണ്ടായി വാഹനമാണ്. i10 ആണ്. മികച്ച വാഹനമാണ്. 4,237 യൂണിറ്റുകൾ 2025 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,98,000 മുതൽ
8,62,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. AMT ട്രാൻസ്മിഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഹ്യുണ്ടയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 സിലിണ്ടർ എഞ്ചിനില്ല, എല്ലാം 4 സിലിണ്ടർ എഞ്ചിനുകൾ തന്നെയാണ്. ഇനി 5ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഓൾട്ടോ K10 ആണ്. മികച്ച വാഹനമാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. അത് AMT ആണ്. അത് മാത്രമല്ല CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 2025 ജൂൺ മാസം 5045 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു എൻട്രി ലെവൽ കാർ എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ഒതുങ്ങിയൊരു വാഹനമാണ്. 4,09,000 മുതൽ 6,05,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയാണ്. മികച്ചൊരു വാഹനമാണ്. ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. CNG വിത്ത് AMT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട്. സാധാരണഗതിയിൽ CNG കാറുകൾ മാനുവൽ ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ടിയാഗോയുടെ കേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും CNGയിൽ AMT അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേഡീസിനൊക്കെ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വേണം, അത്യാവശ്യം മൈലേജും വേണമെന്നുണ്ടെങ്കിൽ ടിയാഗോ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ സ്റ്റിൽ ടാറ്റയുടെ സർവീസ്, അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പിന്മാറുന്നത്. 2025 ജൂൺ മാസം 6,032 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 5 ലക്ഷം മുതൽ 8,45,000 വരെയാണ്. ഇനി 3ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. അപ്പോൾ ബലീനോയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാൻസയും ബലീനോയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഗ്ലാൻസ 9ാമത്തെ സ്ഥാനത്താണ്. വെറും 3,000, അതായത് 2,938 യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സെയിം വാഹനം മാരുതി ഇറക്കിയപ്പോൾ 8,966 യൂണിറ്റുകൾ 2025 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. മികച്ച വാഹനമാണ്, മികച്ച കംഫർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് വളരെ വളരെ ശോകമാണ്. കാരണം ഈ ഒരു വാഹനത്തിന് അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റിയാണ്. പെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചധികം മാരുതി സുസുക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നെക്സ ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ വിസിബിളായിട്ട് തന്നെ സ്ക്രാച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2025 ജൂൺ മാസം 8,966 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 6,70,000 മുതൽ 9,92,000 വരെയാണ്. എന്നാൽ ഗ്ലാൻസിലേക്ക് നോക്കുമ്പോഴത്തേക്കും 6,70,000 എന്ന് പറയുന്ന ആ ഒരു സ്ലാബ് അവിടെ തുടങ്ങുന്നത് 6,86,000 എന്നുള്ള രീതിക്കാണ്. 10 ലക്ഷം വരെ എത്തുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിം പ്രോഡക്റ്റ്, ഒരു വ്യത്യാസവുമില്ല. ടൊയോട്ട വിൽക്കുമ്പോൾ അത്രത്തോളം ആളുകൾ വാങ്ങുന്നില്ല, മാരുതി സുസുക്കി വിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. ഇനി 2ാമത്തെ സ്ഥാനത്ത് നമ്മൾ ഇത്രയും വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും സെലേരിയോയ്ക്ക് 2,000 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 2,000 യൂണിറ്റുകളൊക്കെയാണ്, 2,038 യൂണിറ്റാണ് 2025 ജൂൺ മാസം വിറ്റത്. അത് 3ാം സ്ഥാനത്തുള്ള ബലീനോയ്ക്ക് എത്തുമ്പോഴത്തേക്കും 8,966 മാത്രമായി. ഇനി വരുന്ന 2 വാഹനങ്ങൾ ഒറ്റയടിക്ക് 10,000-ന് മുകളിലേക്ക് പോയി. വാഗണാറാണ് 2ാം സ്ഥാനത്ത്. ഇന്ത്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങളിൽ ഒന്ന് വാഗണാർ തന്നെയാണ്. 1 ലിറ്ററിലും അവൈലബിൾ ആണ്. 3 സിലിണ്ടറാണത്. 1.2 അത് 4 സിലിണ്ടറാണ്. CNGയിൽ അവൈലബിൾ ആണ്. 12,930 യൂണിറ്റുകൾ 2025 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. 30 കിലോമീറ്ററൊക്കെ എങ്ങനെ ഓടിച്ചാലും, 28 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും കിട്ടും. ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും CNGയുടെ ടാങ്ക് നമ്മൾ സർട്ടിഫൈ ചെയ്യണം. അത് മാത്രമല്ല 15,000 കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ പ്ലഗ് മാറേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ CNG മൈലേജ് എന്ന് പറയുന്ന ഒരു രീതിക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രിക്കിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. കാരണം അത്രത്തോളം വില വരില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം. 5,64,000 മുതൽ 7,47,000 വരെയാണ് വാഗണാറിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 1ാമത്തെ സ്ഥാനത്ത് പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന ടാഗ് ലൈനൊക്കെ മാറി സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനൊക്കെ വന്നു. എന്നാൽ പോലും ഇന്ത്യക്കാർക്ക് ഈ ഒരു വാഹനം ഇഷ്ടമാണ്. CNGയിലും പെട്രോളിലും അവൈലബിൾ ആയിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. 13,275 യൂണിറ്റുകൾ 2025 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വാഹനമാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം മികച്ച വാഹനമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം 25 കിലോമീറ്ററൊക്കെ മൈലേജ് ക്ലെയിം ചെയ്തിട്ട് സാധാരണ നമ്മുടെ ഒരു റോഡ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും 19-20 ലഭിക്കുന്നത്. 6,49,000 മുതൽ 9,64,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. എവിടെയാണ് എസ്പ്രസോ, എവിടെയാണ് ഇഗ്നിസ് എന്ന് ചോദിച്ചാൽ എസ്പ്രസോ വരുന്നത് 11ാമത്തെ സ്ഥാനത്താണ്, ഇഗ്നിസ് 12ാമത്തെ സ്ഥാനത്താണ്. അപ്രോക്സിമേറ്റ്ലി 1,400 യൂണിറ്റോളമാണ് ഇഗ്നിസിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര മികച്ച വാഹനമാണെങ്കിൽ പോലും ചില വാഹനങ്ങളോട് ആളുകൾക്ക് അത്ര ഒരു മമതയില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.